ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് 2024 മാർച്ച് മാസത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതായ ഫലങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വളരെ ഗൗരവകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ ശരിയായ അർത്ഥത്തോടു കൂടി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ സമയം. നിങ്ങളിലെ ആശയങ്ങൾ മറ്റൊരാളുടെ സഹായത്താൽ പ്രവർത്തന മേഖലയിലേക്ക് എത്തിക്കുവാനും ആ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുവാനും സാധിക്കുന്നതായിരിക്കും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ മാർച്ച് മാസം 2024. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ആശയങ്ങൾ മറ്റൊരാളുടെ ധനസഹായം കൊണ്ട് അത് വിപുലീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വ്യാപാര വിപണന മേഖലകൾ കൂടുതൽ കരുത്തുറ്റതാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ വിപുലീകരിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി നല്ല അറിവും ചുറുചുറുക്കുമുള്ളവരുമായ ആൾക്കാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുന്നതായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുമെങ്കിലും അതിൽ നിന്നുള്ള അനുഭവ ഫലം അതിൽ നിന്നുള്ള ഫലം കുറഞ്ഞിരിക്കും. ബിസിനസ് പരമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും പുണ്യങ്ങളായ ദേവാലയങ്ങൾ ദർശനം നടത്തുന്നതിനും യോഗമുണ്ടാകും. തീർത്ഥയാത്ര എന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഒരു ഉപയോഗവും ഇല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാതിരിക്കുക. ആ സമയത്ത് അത് വേണ്ട എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുമെങ്കിലും ചില സമയങ്ങളിൽ ചില നേരങ്ങളിൽ അറിയാതെ അതിലേക്ക് അകപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഉപയോഗപ്രദമായ വീഡിയോ ആയി തോന്നുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അതിനായി നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക. ഒരു ദക്ഷിണ എന്ന രീതിയിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രമാത്രം മതിയാകും. ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.